ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹസി ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ളൊരു അലിഗേറ്റർ ക്ലിപ്പാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനുവേണ്ടി കുറച്ച് ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ പോളൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒട്ടിക്കാനുള്ള ഗമ്മുണ്ട്, പിന്നെ ബ്ലാക്ക് കളറുള്ള ഫെൽറ്റ് ഷീറ്റും, പിന്നെ 2 അലിഗേറ്റർ ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 5 ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു പൂവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 5 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ ആ ഒരു തണ്ട് പകുതി കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒരൊറ്റ ഫ്ലവറിൽ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല മോഡലിൽ ചെയ്തെടുക്കാം. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് 2 ലെയറിൽ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ടിക് ടാക് ക്ലിപ്പിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലവർ മാത്രം അങ്ങനെ ഒട്ടിച്ചെടുക്കാണ്ടോ ചെയ്യണത്. ഇത് വേണേൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പോളൻസ് ഒരു 2 എണ്ണം എടുത്തിട്ട് നമുക്കതിൻ്റെ നടുവിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു പോളൻസ് തന്നെ വേണമെന്നില്ല, നമുക്കത് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ ഈ ഒരു ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് 2 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നതിന് ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ വേറൊരു ഫെൽറ്റ് ഷീറ്റും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒരു 2 കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തൊന്ന് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഇത് ഇളകി പോരൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ഫ്ലവർ ഇതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കേ വേണ്ടുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് മോഡൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. Bye.